കിട്ടി 25 ആള് ഉണ്ട്. 25 ആളുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് ആള് കുറവാണെന്ന് പറഞ്ഞു. ഇത് സ്കൂൾ വിട്ട സമയമൊക്കെ ആണെങ്കിൽ ഭയങ്കര അപകടമായി മാറിയിരുന്നു. അത്രയും ചെറു കുട്ടികൾ കണ്ടമാനം KSRTC യാത്ര ചെയ്യുന്ന ഒരു ലൈനാണിത്. പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് റോഡിന് എവിടെ ഒരു സേഫ്റ്റി ഇല്ല. ഇതിന്റെ ബൈപ്പാസ് റോഡുകളൊക്കെ ഉണ്ട്, ഒരു കൈവരി പോലും ഇല്ല. ഇപ്പൊ നിങ്ങൾ കൈതപ്പൊയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കാറ് പോയി വയലേക്ക് പോയി, ആ റോഡൊന്ന് പോയി നോക്കണം, അതിനൊന്നും ഒരു കൈവരി പോലും ഇല്ല. അതായത് റോഡ് വളരെ ശോചനീയമാണ്. എല്ലായിടത്തും റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ജീവൻ ഒരു വിലയും സർക്കാർ കൽപ്പിച്ചിട്ടില്ല. ഒരു വില നിങ്ങൾ കൈതപ്പോയിൽ നിന്ന് കോടഞ്ചേരിക്ക് ഒന്ന് വന്നു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു കാറ് പോയി, 5 ആൾ അതിൽ പരിക്കുണ്ടായിരുന്നു. ആരും മരിക്കാത്തതുകൊണ്ടോ പിന്നെ മീഡിയകൾ അറിയാത്തതുകൊണ്ടാണോ അല്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കാണേണ്ടതാണ്. അതായത് റോഡിനൊരു കൈവരില്ല, ഒരു സേഫ്റ്റി എന്ന് പറയുന്ന ഒന്നുമില്ല. റോഡ് പണി ഇങ്ങനെ നടക്കുന്നുണ്ട്, സംഗതി ജലബോധമായിട്ട് നടക്കുന്നുണ്ട്. ജനങ്ങളെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു ഇതുമില്ല. സ്ഥിരന്തരമായിട്ട് അപകടം ഉണ്ടാവും. കുറെ ഇങ്ങനെ ഇതിപ്പോ ഇത്രയും വലിയ അപകടം ആയതുകൊണ്ട് മീഡിയകൾ അറിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ കോടഞ്ചേരിയിൽ ഒരു കാർ മറിഞ്ഞിട്ട് കൊക്കയിലേക്ക് വിട്ടു, വലിയ ഹെവിയിലേക്കാണ് പോയത്. അതിന്റെ അവിടെ ആ ഭാഗത്ത് നിങ്ങൾ പോയി ഒരു കൈവരി എന്ന് പറയുന്നതോ ഒരു അപകടമായിട്ടുള്ള യാതൊരു അവസ്ഥയില്ല. ഇതുപോലെ ഇതിലെ ഇപ്പൊ ഈ KSRTC തിരിച്ചുവിടുന്ന ഒരു റോഡുണ്ട് ഇവിടുന്ന്, ഈ S വളവിൽ നിന്ന് അങ്ങോട്ട്. നിങ്ങളൊന്ന് പോയി നോക്കണം ആ റോഡിന്റെ ഒരു അവസ്ഥ. ഈ KSRTC കഴിഞ്ഞ പ്രാവശ്യം ഒരു ആൾ അവിടുന്ന് മരിച്ചു, ബൈക്കുമെന്ന് വീണിട്ട് മരിച്ചു. അതിന് തീരുമാനമൊന്നുമില്ല. അതിലെ KSRTC വരുന്ന ആ റോഡൊക്കെ ഒന്ന് നോക്കണം. ഇത് ഈ മനുഷ്യൻ പണിയെടുക്കുക, ഡ്രൈവർമാർ പണിയെടുക്കുക, ഇതൊക്കെ പണിയെടുക്കുക, സർക്കാർ ഇതാക്കുക. അതിന്റെ അവസ്ഥകൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ഈ റോഡ് ഈ അപകടം ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് നാട്ടുകാർ നമ്മൾ ഈ നാട്ടിലല്ല, നമ്മളിപ്പോ വന്നേരം കണ്ടതാണ്. പിന്നെ റോഡിന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ വരുന്നേരം കണ്ടില്ലല്ലേ, ഇതിലൊക്കെയുള്ള അവസ്ഥ. അപകടം അറിഞ്ഞു വന്നാണോ? അറിഞ്ഞു വന്ന രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു. നമ്മൾ ഹോംസേരി ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ കേസായിട്ട് അവിടെ വന്നത്. 9 ആള് ഓൾറെഡി അവിടെ ഉണ്ട്. അതിലൊരാൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മരിച്ച ഒരാൾ അവിടെ ഉള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ബസ്സിലുണ്ടായിരുന്നവർ യാത്രക്കാരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇപ്പോൾ നിലവിലുള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കൈവരി പൊളിച്ചാണ്, അല്ലെങ്കിൽ അത് ഇടിച്ച് തകർത്താണ് ബസ് ഈ പുഴയിലേക്ക് പതിച്ചിട്ടുള്ളത്. കുത്തനെയാണ് പതിഞ്ഞത്. നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ സ്കൂൾ വിട്ട നേരമല്ല, ആ സമയമൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ ബസ്സിലുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു അപകടത്തിലേക്ക് ഇത് പോകാനുള്ള ഒരു ഇടയുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഈ ആളുകൾ പറയുന്നത് കൃത്യമായ കണക്ക് ആരുടെ പക്കലുമില്ല. കാരണം ആളുകൾ പറയുന്നത് ഏതാണ്ട് 34ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ അതിൽ എല്ലാവരെയും തന്നെ ഈ ആശുപത്രിയിലേക്ക് അപകടത്തിന് ശേഷം ആദ്യം കണ്ടത് ഈ പ്രദേശത്ത് ഒരു റോഡ് പണി നടക്കുന്നുണ്ട്. ആ പ്രദേശത്ത് റോഡ് പണി നടക്കുന്ന ആ ജോലിക്കാരാണ്, ആ തൊഴിലാളികളാണ് ആദ്യം ഈ അപകടം കണ്ടത്. അവർ ഉടൻ തന്നെ നാട്ടുകാരെ കൂട്ടി ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. ആ രീതിയിൽ വലിയ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ മരണസംഖ്യ ഉയരുന്നതിലേക്ക് അല്ലെങ്കിൽ അത് തടയാനായത്. ഏതായാലും വലിയ രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി. കൂടാതെ ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു. അവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. അങ്ങനെ പോലെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അല്പമെങ്കിലും ആശ്വാസം തരുന്നത്. അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ ആഘാതം ഇനിയും കൂടിപ്പോയേനെ.